Another live session from Tiju's Academy. So this is Vineet and Vijayan. I hope all you are doing good. So let's wait 1 or 2 minutes for others to join. And okay, fine. So for the last 3 live sessions we were discussing about the writing task 2 and its importance, all those things we were discussing. And today we are going to discuss about an important thing on the writing task 2. So കഴിഞ്ഞ 2-3 ലൈവ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന how to write an effective introduction, so how to write or how to analyze a question properly, and what are the structures and how to structure an essay. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് റൈറ്റിംഗ് ടാസ്ക് 2 അല്ലെങ്കിൽ റൈറ്റിംഗ് ടാസ്ക് 1, അതോടൊപ്പം തന്നെ സ്പീക്കിംഗ്, റീഡിങ്. എല്ലായിടത്തും വളരെ IELTSൻ്റെ എല്ലാ മൊഡ്യൂൾസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്, മൊഡ്യൂളല്ല, ഒരു പാർട്ടാണ്. സോ ദാറ്റ് ഈസ് പാരാഫ്രൈസിങ്. സോ ഇൻ ദ പ്രീവിയസ് ലെസൺസ് പ്രീവിയസ് സെഷൻസിൽ ഞാൻ പറഞ്ഞിരുന്നു പാരാഫ്രൈസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് തന്നെയല്ല, ഒരു പാരാഫ്രൈസിങ്ങിന് വേണ്ടിയിട്ടൊരു ലൈവ് സെഷൻ ചെയ്യുമെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. സോ അതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. എലിസബത്ത് കുരുവിള, ഗുഡ് മോർണിംഗ്. ആൻഡ് സോ ഇത്തരം പാരാഫ്രൈസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ പോകാൻ പോകുന്നത്. സോ വാട്ട് ഈസ് പാരാഫ്രൈസിങ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് പാരാഫ്രൈസിങ്, എന്തിനാണ് പാരാഫ്രൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പാരാഫ്രൈസ് ചെയ്യേണ്ടത്, പാരാഫ്രൈസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ലൈവ് സെഷൻസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഐ തിങ്ക് വി ക്യാൻ സ്റ്റാർട്ട്. സോ വാട്ട് ഈസ് പാരാഫ്രൈസിങ്? സോ നമുക്ക് റൈറ്റിംഗ് ടാസ്ക് 2-ലാണെങ്കിലും റൈറ്റിംഗ് ടാസ്ക് 1-ലാണെങ്കിലും അതോടൊപ്പം തന്നെ റീഡിങ്ങിലാണെങ്കിലും ലിസണിങ്ങിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സിനാരിയോ ആണ് പാരാഫ്രൈസിങ് അല്ലെങ്കിൽ റീഫ്രേസിങ് എന്ന് പറയുന്നത്. എന്താണ് പാരാഫ്രൈസിങ്? സിമ്പിളായിട്ട് പാരാഫ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. നമുക്ക് കിട്ടുന്ന ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യുക, ബട്ട് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അതിൻ്റെ മീനിങ് ഒരിക്കലും അതിൻ്റെ ഒരു ജനറൽ ഐഡിയ അല്ലെങ്കിൽ ജനറൽ ടോപ്പിക് അതിൽ നിന്നും ഒരിക്കലും മാറാൻ പാടില്ല. അതാണ് പാരാഫ്രൈസിങ് എന്ന് പറയുന്നത്. സോ പാരാഫ്രൈസിങ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് വളരെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമുക്ക് തരുന്ന റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഒരു ജനറൽ ടോപ്പിക് ഉണ്ടാവും, അല്ലേ? സോ അതെന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. സോ റൈറ്റിംഗ് ടാസ്ക് 2-ൽ നമ്മൾ വെൻ വി ആർ അറ്റൻഡിങ് the introduction, or when we are going to write the introduction, the paraphrasing should be very important, because നമ്മളുടെ തന്നിരിക്കുന്ന റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ ക്വസ്റ്റിനെ പാരാഫ്രേസ് ചെയ്ത് എഴുതുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമിനേഴ്സിന് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. വി ആർ പ്രൊഫിഷ്യൻ്റ് ഇൻ ഇംഗ്ലീഷ്. ഒരു സെൻറ്റൻസിനെ പാരാഫ്രേസ് ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ദേ വിൽ റിയലൈസ് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ ഗായ് ഈസ് പ്രൊഫിഷ്യൻ്റ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പാരാഫ്രൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പാരാഫ്രൈസിങ്ങിനെ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ IELTSൻ്റെ റൈറ്റിംഗ് ടാസ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്തത്. Okay, so here you can see paraphrasing is simply a restatement of the information of the original text or passage so that it has the same meaning. So as I earlier mentioned, the original meaning of the sentence should be there. നമുക്ക് പല രീതിയിൽ പാരാഫ്രൈസ് ചെയ്യാൻ സാധിക്കും. ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ മാറ്റാം, പല രീതിയിൽ പാരാഫ്രൈസിംഗ് ഒക്കെ നടത്താൻ സാധിക്കും. പക്ഷേ ഒരിക്കലും എന്ത് സംഭവിക്കാൻ പാടില്ല? ഡോണ്ട് ലൂസ് ദ മീനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൻറ്റൻസ്. ആ സെൻറ്റൻസിൻ്റെ മീനിങ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ആൻഡ് ഡു നോട്ട് ഡീവിയേറ്റ് ഓർ ഡു നോട്ട് ഡൈവേർട്ട് ഫ്രം ദ ജനറൽ ടോപ്പിക്. ആ ജനറൽ ടോപ്പിക്കിൽ നിന്ന് ഒരിക്കലും ഡൈവേർട്ട് ആകാനും പാടില്ല. സോ ഇതാണ് പാരാഫ്രൈസിങ്ങിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ബട്ട് ഇൻ യുവർ വേർഡ്സ്, അതായത് നമ്മളുടേതായ ഒരു ശൈലിയിലേക്ക്, അല്ലെങ്കിൽ സോ ഒബിയസ്ലി നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്ത ആളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷനിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ലാംഗ്വേജ് സ്ട്രക്ചറിലായിരിക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ചേഞ്ച് ദിസ് ടു അവർ സ്റ്റൈൽ. നമ്മുടെ ഒരു സ്വന്തമായ വേർഡ്സിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചറിനെ മാറ്റാനായിട്ട് ശ്രമിക്കണം. ദ ഫ്രേസ് ഇൻ യുവർ ഓൺ വേർഡ്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യു ഹാവ് ടു റീറൈറ്റ് ദ ഒറിജിനൽ ടെക്സ്റ്റ് ഓർ പാസേജ് ഇൻ യുവർ ഓൺ റൈറ്റിംഗ് സ്റ്റൈൽ ബട്ട് യൂസിങ് ഡിഫറെൻറ്റ് വേർഡ്സ്. സോ പല വാക്കുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിനുള്ളിലെ വാക്കുകളെ റിപ്പീറ്റ് ചെയ്യാതെ, അതിൻ്റെ സ്ട്രക്ചറിനെ റിപ്പീറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു
സ്റ്റൈൽ അതിനെ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളുടെ വേർഡ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വേർഡ്സിലേക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാരാഫ്രേസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. പാരാഫ്രേസിംഗ് ഈസ് ആൻ ആർട്ട് ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ and a very important skill for writing, speaking, reading and listening. For both modules, this paraphrasing is very important. നമുക്കറിയാം റൈറ്റിംഗ് ടാസ്കിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇൻട്രൊഡക്ഷൻ റൈറ്റിംഗ് ടാസ്കിൽ പാരാഫ്രൈസ് ചെയ്യേണ്ടേ പറ്റൂ. റൈറ്റിംഗ് ടാസ്ക് 2 ഉണ്ട്, റൈറ്റിംഗ് ടാസ്ക് 1 ഉണ്ടാവും. വെൻ ഇറ്റ് കംസ് ടു ദ റീഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, സോ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ഇൻ വൺ വേർഡ് ആൻസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ആയിക്കോട്ടെ, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണെങ്കിൽ പോലും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ പാരഗ്രാഫിലേക്ക് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ എത്തുമ്പോൾ നമ്മൾ വായിച്ച സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ വായിച്ച വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ വായിച്ച മീനിങ് അല്ലെങ്കിൽ ആ സെൻറ്റൻസ് സ്ട്രക്ചറിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. പകരം മറ്റൊരു സെൻറ്റൻസ് സ്ട്രക്ചറിലായിരിക്കും, ഒരു പാരാഫ്രൈസ്ഡ് വേർഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സോ റീഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണിത്. അതുപോലെ തന്നെ ലിസണിങ്ങിലേക്ക് പറയുമ്പോൾ വെൻ വി ആർ ഹിയറിങ് ആൻ ഓഡിയോ, ആ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഒരു പാരാഫ്രൈസ്ഡ് വേർഷൻ ആയിരിക്കും നമുക്ക് ഓഡിയോയിലൂടെ കേൾക്കാൻ സാധിക്കുന്നത്. സോ ലിസണിങ്ങിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Most importantly in speaking also, when you interact with an examinerുമായിട്ട് സ്പീക്കിംഗ് സെഷനിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്, സോ വെൻ ദേ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യു ഹാവ് ടു റിപ്ലൈ. ആ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോണ്ട് റിപ്പീറ്റ് ദ സെയിം ക്വസ്റ്റ്യൻ ദേ ഹാവ് ആസ്ക്ഡ്. അവർ ചോദിച്ച ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാതെ ട്രൈ ടു പാരാഫ്രൈസ് ദ ക്വസ്റ്റ്യൻ. അങ്ങനെ പാരാഫ്രൈസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു റൈറ്റിംഗ് സ്കോറിനും അത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. സോ പാരാഫ്രൈസിങ് എന്ന് പറയുന്ന 4 മൊഡ്യൂൾസിലും ഇമ്പോർട്ടൻസ് ആണ്, എസ്പെഷ്യലി ഇൻ റൈറ്റിംഗ്. അതുകൊണ്ട് പാരാഫ്രൈസിങ് ഷുഡ് ബി considered. Okay, fine. So here's a simple example for a simple paraphrasing. You can see here the original sentence is like this: reading is a very important skill for many students. റീഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ആർക്ക്? സ്റ്റുഡൻസിന്. ധാരാളം വിദ്യാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് റീഡിങ് എന്ന് പറയുന്നത്. സോ ദ പാരാഫ്രൈസ്ഡ് വേർഷൻ ഈസ് ഹിയർ. യു ക്യാൻ സീ, for many students being skillful at reading is extremely important. For many students, being skillful at reading is extremely important. The sentence has entirely paraphrased here. നോക്കിയാൽ സാധിക്കും, റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലുക്ക് ഇൻ ടു ദ ഗ്രീൻ ലെറ്റേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് മീൻസ് ധാരാളം അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്നൊരു മീനിങ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സെൻറ്റൻസ് ഈസ് ഫോർ മെനി സ്റ്റുഡൻസ് എന്ന് പറയുന്നൊരു കാര്യം അവിടെ റെഡിൽ ചെയ്തിട്ടുണ്ട്, റെഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഈ പാരാഫ്രൈസ്ഡ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫോർ മെനി സ്റ്റുഡൻസ് എന്ന് പറയുന്ന ക്ലോസിനെ എന്തിലേക്ക് കൊണ്ടുവന്നു? സെൻറ്റൻസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും ബീയിങ് സ്കിൽഫുൾ അറ്റ് റീഡിങ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നത് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിം അല്ലെങ്കിൽ വെരി എന്ന് പറയുന്ന വാക്കിന് പകരം എക്സ്ട്രീംലി എന്ന് പറയുന്നൊരു സിനോണിം ഉപയോഗിച്ച് ഇമ്പോർട്ടൻ്റ് എന്നൊരു വാക്കിനെ അവിടെ റിപ്പീറ്റ് ചെയ്തു. സോ യു ക്യാൻ സീ ദ വേർഡ് ഓർഡർ ഓർ ആ ക്ലോസുകളുടെ ഓർഡർ എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട്, പക്ഷേ മീനിങ് ഒരിക്കലും മാറിയിട്ടില്ല. കാരണം റീഡിംഗ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മീനിങ് ഈസ് റീഡിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഫോർ ഓൾ ദ സ്റ്റുഡൻസ്. ആ രണ്ട് സെൻറ്റൻസിലും വി ക്യാൻ സീ ദ മീനിങ് ഓഫ് ദറ്റ് പർട്ടിക്കുലർ സെൻറ്റൻസ് ദെയർ. നത്തിങ് ഹാസ് ചേഞ്ച്ഡ്, ബട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ സെൻറ്റൻസ് ഹാസ് എൻറ്റയർലി ചേഞ്ച്ഡ്. അതായത് ക്ലോസുകൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ സിനോണിംസ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ മീനിങ് മാറിയിട്ടില്ല. സോ ഇതാണ് പാരാഫ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡു നോട്ട് ചേഞ്ച് ഓർ ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ്. ട്രൈ ടു റീഫ്രേസ് എ സെൻറ്റൻസ് by changing the structure or changing the word order or by using synonyms. Okay, fine. So why is paraphrasing important? So this is the most important part in this live session. Please be very careful. എന്തിനാണ് പാരാഫ്രൈസിങ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാരാഫ്രൈസിങ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ട്. സോ വി ക്യാൻ സീ the reason why we need to paraphrase is to add a variety of vocabulary and grammatical structures to our writing. So വി ഓൾ നോ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ, ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഉണ്ട് നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 1-നും റൈറ്റിംഗ് ടാസ്ക് 2-നും. ടാസ്ക് അച്ചീവ്മെൻറ്റ്, ക്വസ്റ്റൻ ആൻഡ് കോഹറൻസ്, ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി, ലെക്സിക്കൽ റിസോഴ്സ് എന്നീ പറഞ്ഞ് 4 അസസ്മെൻറ്റ് ക്രൈറ്റീരിയാസ് ഉള്ള കാര്യം നമുക്കറിയാം. സോ ഈ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയിലെ ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില സെൻറ്റൻസ് സ്ട്രക്ചേഴ്സുകൾ നമ്മളുടെ റൈറ്റിംഗ് ടാസ്കിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. സോ ഇറ്റ് വിൽ എലിവേറ്റ് യുവർ സ്കോർ.
സോ നോർമലി അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു എസ്സേക്കകത്ത് അല്ലെങ്കിൽ നമ്മളൊരു ടാസ്കിനെ അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല കോഷനോട് കൂടി എഴുതിയെന്ന് പറഞ്ഞാലും നോർമലി നമ്മുടെ ഒരു സ്കോർ എന്ന് പറയുന്നത് 6 to 6.5 ആയിരിക്കും. അതിൽ നിന്നും നമ്മുടെ സ്കോറിനെ ഒരു 7ലേക്കും 7.5ലേക്കും എലിവേറ്റ് ചെയ്യാനായിട്ടുള്ള 2 മാർഗ്ഗങ്ങളാണ് നല്ല ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറുകളും നല്ല വക്കാബ്സും യൂസ് ചെയ്യുക എന്നുള്ളത്. സോ ഈ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ വി ഹാവ് ടു പാരാഫ്രൈസ് ദ സെൻറ്റൻസ്. ആ സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? പാരാഫ്രൈസ് ചെയ്തിരിക്കണം. ആ പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ആ ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസിയുടെ ആ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ എക്സാമിനേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ ദേ വിൽ ചെക്ക് വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് പാരാഫ്രൈസ് ദ ക്വസ്റ്റ്യൻ ഓർ നോട്ട്. അവർ പാരാഫ്രൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവരവിടെ ചെക്ക് ചെയ്യും. സോ ഡെഫിനറ്റ്ലി പാരാഫ്രൈസ്. അത് തന്നെയല്ല, ഇൻ ദ പ്രീവിയസ് സെഷൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു എക്സാമിനേഴ്സ് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ എസ്ഐയുടെ ഇൻട്രൊഡക്ഷനിലേക്കാണ്. സോ ആ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളൊരു ബെസ്റ്റ് പാരാഫ്രൈസിങ് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ എക്സാമിനേഴ്സ് വിൽ റിയലൈസ് ദാറ്റ് ദിസ് ഗൈ ഈസ് ഹാവിങ് സം പ്രൊഫഷൻസ് ഇൻ English language. So that will contribute to your score. Okay, fine. Then sometimes we may need to repeat some information we put at the beginning of the essay, and we want to use it again to emphasize or whatever reason, but we don't want to use the exact same words or the exact same sentence structure as we used before. സോ റെപ്പിറ്റേഷൻ എന്ന് പറയുന്നൊരു വലിയൊരു പ്രശ്നമാണ്. സോ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു പാരാഫ്രൈസ് ചെയ്യാതെ തന്നെ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ്റെ അകത്തു നിന്നുള്ള ആ ഒരു മേജർ പോർഷനെ അതേപടി കോപ്പി ചെയ്തിട്ട് നമ്മുടെ എസ്സേയിലേക്ക് പേസ്റ്റ് ചെയ്യും. ഡോണ്ട് ഡു ദാറ്റ്. അത് നിങ്ങളുടെ സ്കോറിനെ ഒരിക്കലും കൂട്ടത്തില്ല, നിങ്ങളുടെ സ്കോറിനെ കുറയ്ക്കുകയാണ് മാത്രമാണ് സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും ഡെഫിനറ്റ്ലി. ചില വാക്കുകൾ, ചില സെൻറ്റൻസുകൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ഐഡിയ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പാരാഫ്രൈസിങ് യൂസ് ചെയ്യേണ്ടത്. റിപ്പീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ കഴിവതും നമ്മൾ എന്ത് ചെയ്യുക? ആ വാക്കുകൾ നമ്മൾ ഒഴിവാക്കുക, അതിന് പകരം സിനോണിംസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സെൻറ്റൻസ് സ്ട്രക്ചർ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് മറ്റൊരു വേർഷനിൽ അല്ലെങ്കിൽ മറ്റൊരു ഐഡിയയിൽ അല്ലെങ്കിൽ മറ്റൊരു ലെവലിൽ നമ്മൾ ആ കാര്യങ്ങളെ എക്സാമിനേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മളിവിടെ പാരാഫ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ പല വഴികളിൽ നമുക്ക് പാരാഫ്രൈസ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു 2-3 ടെക്നിക്കുകൾ അല്ലെങ്കിൽ പാരാഫ്രൈസിങ്ങിൻ്റെ ടെക്നിക്കുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്കിലേക്ക് എത്തുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഫൈൻ. സോ പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് യു ഹാവ് ടു പ്രാക്ടീസ്. നിങ്ങൾ റൈറ്റിംഗ് എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സോ അതിന് കുറച്ച് ടെക്നിക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത് സെൻറ്റൻസിനെയും നമുക്ക് പാരാഫ്രൈസ് ചെയ്യാൻ സാധിക്കും. ആ സെൻറ്റൻസിനെ പാരാഫ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്ക് 2ലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ 1ലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ സ്പീക്കിങ്ങിനാണെങ്കിൽ കൂടി നിങ്ങളുടെ സ്കോറിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഫൈൻ. സോ 7 ടെക്നിക്സ് ഫോർ എഫക്റ്റീവ് പാരാഫ്രൈസിങ്. സോ ഹൗ ടു പാരാഫ്രൈസ്. എങ്ങനെയാണ് പാരാഫ്രൈസ് ചെയ്യേണ്ടത്? നമുക്ക് പല തരത്തിൽ പാരാഫ്രൈസ് ചെയ്യാൻ സാധിക്കും, പല മെത്തേഡ്സിൽ പാരാഫ്രൈസ് ചെയ്യാൻ സാധിക്കും. അതിൽ വളരെ മോസ്റ്റ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയ ഒരു 7-7 ടെക്നിക്കുകളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് പാരാഫ്രൈസ് ചെയ്യുന്നത്? സോ സാധാരണ ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വിത്തൗട്ട് ലൂസിങ് ദ മീനിങ് ഓർ വിത്തൗട്ട് ലൂസിങ് ദ ഐഡിയ ഓഫ് ദറ്റ് പർട്ടിക്കുലർ സെൻറ്റൻസ്, ഹൗ വി ക്യാൻ പാരാഫ്രൈസ് ദറ്റ് പർട്ടിക്കുലർ സെൻറ്റൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടെക്നിക് 1, ദ മോസ്റ്റ് കോമൺ ആൻഡ് ദ വൈഡ്ലി അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് പാരാഫ്രൈസിങ്. ടെക്നിക് 1, യൂസിങ് സിനോണിംസ്. സോ ആസ് വി ഓൾ നോ, സിനോണിംസ് ആർ ഡിഫറെൻറ്റ് വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ മീനിങ്സ്. ഒരേ അർത്ഥമുള്ള അല്ലെ സെയിം മീനിങ് വരുന്ന വാക്കുകളെയാണ് സിനോണിംസ് എന്ന് പറയുന്നത്. അതായത് ഒരു വാക്കിൻ്റെ അതേ മീനിങ് വരുന്ന മറ്റു വാക്കുകളെ എന്ത് ചെയ്യും? സിനോണിംസ് എന്ന് പറയും. സോ വി ക്യാൻ സീ അപ്പാർട്ട് ഫ്രം ദ മലയാളം ഓർ എനി അതർ ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ സിനോണിംസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. സോ വി ക്യാൻ ഫൈൻഡ് അറൗണ്ട് 30 or 35 സിനോണിംസ് ഫോർ എ സിംഗിൾ വേർഡ്. ഒരു വെർബിന് അല്ലെങ്കിൽ ഒരു നൗണിനെ നമുക്ക് ധാരാളം സിനോണിംസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ വെൻ വി ആർ അറ്റൻഡിങ് അല്ലെങ്കിൽ നമ്മളൊരു റൈറ്റിംഗ് ടാസ്ക് 2 അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിലേക്ക് പാരാഫ്രൈസിങ്ങിന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് സിനോണിംസ് ഉപയോഗിച്ചാൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ഒരു വേർഡിൻ്റെ മറ്റൊരു അർത്ഥം അല്ലെങ്കിൽ മറ്റൊരു വേർഡ് അവിടെ ഉപയോഗിച്ചാൽ പോലും തന്നെ എന്താകും? ഓട്ടോമാറ്റിക്കലി അത് പാരാഫ്രൈസിങ്ങിലേക്ക് വരും. സോ അതാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ദ ഒറിജിനൽ സെൻറ്റൻസ് നോക്കി, ദ ഹാർഡസ്റ്റ് ലാംഗ്വേജ് ഈസ് ടു ലേൺ ഈസ് ജാപ്പനീസ്. ദ ഹാർഡസ്റ്റ് ലാംഗ്വേജ് ടു ലേൺ ഈസ് ജാപ്പനീസ്. അതിൻ്റെ മീനിങ് സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. അതായത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ജാപ്പനീസ് ആണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
So, hi, just a minute, Jagadish, Gabriel, thank you Jagadish, and CT Asha Jos, good morning. And so we can go back to the session. The hardest language is to learn is Japanese. So, learn ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാപ്പനീസ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. സോ അതിനെ പാരാഫ്രൈസ് വളരെ 3 രീതിയിൽ പാരാഫ്രൈസ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ടു ലേൺ ഈസ് ജാപ്പനീസ്. പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാപ്പനീസാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ടു ബി ഗുഡ് അറ്റ് ഈസ് ജാപ്പനീസ്. നല്ല പ്രൊഫഷ്യൻ്റ് ആകാൻ പാടുള്ള അല്ലെങ്കിൽ നമുക്ക് അതിൽ ടു ബി ഗുഡ് അറ്റ് കുറച്ചുകൂടി നമുക്ക് പ്രൊഫഷ്യൻ്റായി മാറാൻ സാധിക്കാൻ പാടുള്ള ഒരു ലാംഗ്വേജാണ് ജാപ്പനീസ് എന്നാണ് സെക്കൻഡ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ടു മാസ്റ്റർ ഈസ് ജാപ്പനീസ്. ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ മാസ്റ്റർ ആകാൻ സാധിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ജാപ്പനീസ് ലാംഗ്വേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ 3 സെൻറ്റൻസിലും ഒരേ മീനിങ് ആണ് വന്നിരിക്കുന്നത്. ദ ലാംഗ്വേജ് അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ടു ലേൺ ഈസ് ജാപ്പനീസ് എന്ന് പറയുന്ന സെൻറ്റൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ബട്ട് ദ ഹാർഡസ്റ്റ് എന്ന് പറയുന്ന ആ വാക്കിന് പകരം നമ്മൾ എന്ത് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ ടു ബി ഗുഡ്, സ്റ്റഡി എന്ന് പറയുന്ന ടു ലേൺ എന്ന് പറയുന്ന വാക്കിന് ടു ബി ഗുഡ് അറ്റ്, പിന്നെ ടു മാസ്റ്റർ ഇറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഇൻ ദീസ് 3 സെൻറ്റൻസസ്, ഈ 3 സെൻറ്റൻസിലും ദ മീനിങ് ഒരിക്കലും മാറിയിട്ടില്ല. ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറുകളും സിനോണിംസും മാത്രമാണ് മാറിയിരിക്കുന്നത്. നത്തിങ് ഹാസ് ചേഞ്ച്. അതുകൊണ്ട് തന്നെ പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എസ്പെഷ്യലി സിനോണിംസ് ഉപയോഗിച്ചുള്ള പാരാഫ്രൈസിംഗ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റൈറ്റിങ്ങിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ next technique. And Jindu Tom, good morning Jindu, your classes are so helpful. Thank you Jindu, thank you for your valuable comment. Then the second technique is change the order of words. So if the original sentence has 2 or more clauses, change the order of clauses. അതായത് വി ക്യാൻ സി ഒരു സെൻറ്റൻസിൽ നമുക്കറിയാം ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഇങ്ങനെ 2 ക്ലോസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് നമുക്കറിയാം ഓൾവേസ് ഗീവ്സ് ദ എൻറ്റയർ ഐഡിയ ഓർ എൻറ്റയർ മീനിങ് ഓഫ് എ സെൻറ്റൻസ്. നമുക്ക് പൂർണ്ണമായൊരു മീനിങ് തരുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് വോണ്ട് ഗീവ് ദ എൻറ്റയർ ഐഡിയ. സോ വി ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻ, വി ഹാവ് ടു ആഡ് സംതിങ്. ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനോടൊപ്പം ചേർന്നെങ്കിൽ മാത്രമേ നമുക്കൊരു മീനിങ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു 2 ക്ലോസുകൾ നമ്മുടെ സെൻറ്റൻസിൻ്റെ അകത്തുണ്ട്, നോർമലി ഉണ്ടെങ്കിൽ തന്നെ ചേഞ്ച് ദ ഓർഡർ ഓഫ് ദ ക്ലോസ്. ആ ക്ലോസസിൻ്റെ ഓർഡേഴ്സ് ചേഞ്ച് ചെയ്താലും നമുക്ക് പാരാഫ്രൈസിങ് ആകും എന്നാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. So you can see here example 1, the original sentence, if I am late again my boss will be mad. ഞാൻ വീണ്ടും ലേറ്റ് ആയാൽ, ഇനിയും ലേറ്റ് ആയാൽ, ഇഫ് ഐ ആം ലേറ്റ് എഗെയിൻ, ഞാൻ വീണ്ടും അല്ലെങ്കിൽ ഇനിയും ഒരിക്കൽ കൂടി ലേറ്റ് ആയിക്കഴിഞ്ഞാൽ മൈ ബോസ് വിൽ ബി മാഡ്, എൻ്റെ ബോസിന് ദേഷ്യം വരും. മീൻസ് മാഡ് എന്ന് പറയുന്ന വാക്ക് ഭ്രാന്ത് എന്നൊരു വാക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അയാൾക്ക് ഹി വിൽ ലോസ് ഹിസ് കൺട്രോൾ എന്നാണ്, ലോസ് ഹിസ് കൺട്രോൾ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അയാളുടെ ഒരു കൺട്രോൾ നഷ്ടപ്പെടും, ഹി വിൽ ബി ആംഗ്രി എന്നൊരു മീനിങ് ആണ് അവിടെ വന്നിരിക്കുന്നത്. സോ ഇതിനെ പാരാഫ്രൈസ് ചെയ്തപ്പോൾ വേർഡ് ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ആ ക്ലോസിനെ മാറ്റി. മൈ ബോസ് വിൽ ബി മാഡ് ഇഫ് ഐ ആം ലേറ്റ് അഗെയിൻ. കണ്ടോ, ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇഫ് ഐ ആം ലേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ക്ലോസിനെ സെക്കൻഡിലേക്കും മൈ ബോസ് വിൽ ബി മാഡ് എന്ന് പറയുന്ന സെക്കൻഡ് ക്ലോസിനെ ഫസ്റ്റിലേക്കും കൊണ്ടുവന്നു. ദ ക്ലോസസ് ആർ ചേഞ്ച്ഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസിനെ മാറ്റിയിട്ടെങ്കിൽ പോലും മീനിങ് മാറിയിട്ടില്ല. ബട്ട് പാരാഫ്രൈസിങ് അവിടെ ഓട്ടോമാറ്റിക്കലി നടന്നു കഴിഞ്ഞു. സോ മീനിങ് മാറിയിട്ടുമില്ല, പാരാഫ്രൈസിങ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ചേഞ്ച് ദ ഓർഡർ ഓഫ് ദ വേർഡ്സ്, അല്ലെങ്കിൽ ക്ലോസുകളെ തമ്മിൽ മാറ്റി ഇങ്ങനെയാണ് പാരാഫ്രൈസ് ചെയ്യുന്നത്. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്. മോസ്റ്റ് കോമൺലി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ആ 2 ക്ലോസസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കിതിനെ സിമ്പിളായിട്ട് നമുക്ക് പാരാഫ്രൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പാരാഫ്രൈസ് ചെയ്താൽ തന്നെ ഇത് വളരെ നമ്മൾ കൂടുതൽ അത്ര വലിയ പ്രൊഫഷൻസി ആവശ്യമില്ല. ഇങ്ങനെ സിനോണിംസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് വളരെ വലിയൊരു പ്രൊഫഷൻസി ഒന്നും നമുക്ക് ആവശ്യമില്ല. നോർമൽ പ്രൊഫഷൻസി ഉള്ള ഒരു കാൻഡിഡേറ്റിന് തീർച്ചയായും എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് വേർഡ് ഓർഡേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് പാരാഫ്രൈസ് ചെയ്യാൻ പറ്റും. സോ ആസ് എ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഇത്തരത്തിലുള്ള സിനോണിംസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്തോ പാരാഫ്രൈസ് ചെയ്യുന്ന വേർഷൻ എന്ന് പറയുന്നത്. Okay, and the second sentence is one more example is there. The original sentence, if you don't hurry we will miss the bus. നമ്മൾ തിരക്കിട്ട് പോയില്ലെങ്കിൽ we will miss the bus. ബസ് നമുക്ക് നഷ്ടമാകും.
തിരക്കിട്ട് പോയില്ലെങ്കിൽ ബസ് നമുക്ക് നഷ്ടമാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെയും പാരാഫ്രൈസ് ചെയ്തിട്ടുണ്ട്, വി വിൽ മിസ് ദ ബസ് ഇഫ് യു ഡോണ്ട് ഹറി. സോ വി വിൽ മിസ് ദ ബസ്. സോ ഇവിടെ എന്ത് ചെയ്തു, ക്ലോസിനെ മാറ്റിയിട്ടുണ്ട്. ഈ വി വിൽ മിസ് ദ ബസ് നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ തിരക്കിട്ട് പോയില്ലെങ്കിൽ, നമ്മൾ തിരക്കിട്ടില്ലെങ്കിൽ നമുക്ക് ബസ് നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞെങ്കിൽ, രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബസ് നഷ്ടപ്പെടും എപ്പോഴാണ്, നമ്മൾ തിരക്കിട്ട് പോയില്ലെങ്കിൽ. സോ ആ സെൻറ്റൻസിൻ്റെ യു ക്യാൻ സീ ഈ ഒരു ടൈപ്പ് ഓഫ് പാരാഫ്രൈസിങ്ങിൽ ആ സെൻറ്റൻസിൻ്റെ അകത്ത് ഒരു മാറ്റവും അല്ലെങ്കിൽ ആ ക്ലോസുകളെ മാത്രമാണ് മാറ്റിയത്. അതിൻ്റെ അകത്ത് സിനോണിംസ് ഉപയോഗിച്ചിട്ടില്ല, ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ടെൻസുകൾക്കോ അല്ലെങ്കിൽ ഒന്നും തന്നെ മാറ്റം ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ആ ഒരു ക്ലോസിനെ അങ്ങോട്ട് അതിൻ്റെ ക്ലോസിൻ്റെ പൊസിഷൻസ് മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സോ ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ് മോർ. ഓക്കെ, ദ സെക്കൻഡ് ഈസ് ചേഞ്ച് the order of words. Okay. Yes, Sri Lakshmi, Government, good morning. Good morning, Sri Lakshmi. And yes, the third technique, change the form of the word. So, word in the form change here. If the sentence uses a noun, you can rewrite the sentence by using the adverb, adjective or verb form of the word. Change as many words as you can. So, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഉണ്ടെങ്കിൽ, ഒരു നാമം ഉണ്ടെങ്കിൽ, യു ക്യാൻ അതിൻ്റെ ആഡ്വർബ് അല്ലെങ്കിൽ വെർബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആഡ്വർബ്, അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ വെർബ്, ഇതിനെല്ലാം അതിൻ്റെ ഫോമിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. എന്താണ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്? നോർമലി നമ്മളുടെ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലോ അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിലോ ആണെങ്കിൽ നമ്മൾ ആ വേർബിൻ്റെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ടെൻസിൻ്റെ ഫോം ഒന്ന് മാറ്റുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ സീ ദ ഒറിജിനൽ സെൻറ്റൻസ് ഈസ് ഇൻ 2012 spending on mobile phones in Australia was around $20 million. In 2012 സ്പെൻഡിങ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്നത്. സ്പെൻഡിങ് ഓൺ ദ മൊബൈൽ ഫോൺസ് ഇൻ ഓസ്ട്രേലിയ, മൊബൈൽ ഫോൺസിന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് വാസ് അറൗണ്ട് $20 million. അറൗണ്ട് $20 million അടുത്താണ് ഓസ്ട്രേലിയയിലെ സിറ്റിസൺസ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. അവിടെയാണ് തന്നിരിക്കുന്നത്, ഓൾറെഡി ഹാപ്പൻഡ് ആയിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞിരിക്കുന്നത്. 2012 കഴിഞ്ഞിരിക്കുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദ പാരാഫ്രേസ് സെൻറ്റൻസസ് ലൈക്ക് ദിസ്. ഇൻ 2012 ഓസ്ട്രേലിയൻ കൺസ്യൂമേഴ്സ് സ്പെൻഡ് അറൗണ്ട് $20 million ഓൺ മൊബൈൽ ഫോൺസ്. ഓസ്ട്രേലിയൻ കൺസ്യൂമേഴ്സ് സ്പെൻഡ്, ആ സ്പെൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ING ഫോം, ആ ജെറൻ ഫോമുള്ള വെർബിനെ എന്തായിട്ട് മാറ്റി, സ്പെൻഡ് എന്ന് പറയുന്ന പാസ്റ്റ് ഫോമിലേക്ക് മാറ്റി, സിമ്പിൾ പാസ്റ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു. സോ ഇതാണ് വെർബിൻ്റെ ഫോമിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. സോ വെർബിൻ്റെ ഫോമിനെ ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടില്ല, അവിടെ മീനിങ് മാറിയിട്ടില്ല. ഓസ്ട്രേലിയൻ പീപ്പിൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, $20 million ആണ്. എന്തിനു വേണ്ടി, മൊബൈൽ ഫോൺസിന് വേണ്ടി. ഏത് വർഷം, ഇൻ 2012. ദ മീനിങ് ഈസ് അവിടെ ഉണ്ട്, മീനിങ് ഈസ് എൻറ്റയർലി ദെയർ, ദ മീനിങ് ഹാസൻ ചേഞ്ച്, ഒന്നും മാറിയിട്ടില്ല. പക്ഷേ ചേഞ്ച് ആയത് എന്താണ്, ആ ഒരു വേർബിൻ്റെ മാത്രം എന്ത് സംഭവിച്ചു, ഫോം ഓഫ് ദ വേർബിനെ പാസ്റ്റ് കണ്ടിന്യൂസിൽ നിന്നും സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ മീനിങ് ഒരിക്കലും മാറിയിട്ടില്ല. യെസ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ദ ഒറിജിനൽ സെൻറ്റൻസ് ജോൺ ഈസ് ആൻ ആക്യുറേറ്റ് ടൈപ്പിസ്റ്റ്. ജോൺ ഈസ് ആൻ ആക്യുറേറ്റ് ടൈപ്പിസ്റ്റ്. എന്താണ് പറയുന്നത്, ജോൺ വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുന്ന ആളാണ്. ആക്യുറേറ്റ് ടൈപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ആ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന വേർബിനെ ആ വേർഡിനെ എലിവേറ്റ് ചെയ്യാനായിട്ട്, അതിനൊന്ന് എലിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രേസാണ് ആക്യുറേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദ പാരാഫ്രേസ് സെൻറ്റൻസ് ഈസ് ജോൺ ടൈപ്സ് ആക്യുറേറ്റ്ലി. ഇവിടെ എന്ത് സംഭവിച്ചു, ആക്യുറേറ്റ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റി, ആക്യുറേറ്റ്ലി എന്ന മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനെ മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു, മീനിങ് ഒന്നും അവിടെ തന്നെ മാറിയിട്ടില്ല. ദ എൻറ്റയർ മീനിങ് ഈസ് ദെയർ. എന്താണ് എൻറ്റയർ മീനിങ് എന്ന് പറയുന്നത്, ജോൺ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. സോ ഇതും ഒരു പാരാഫ്രേസ്ഡ് വേർഷനാണ്. ഇങ്ങനെ പാരാഫ്രേസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറിന് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. സോ ഇതാണ് മൂന്നാമത്തെ ടെക്നിക്, ചേഞ്ച് ദ ഫോം ഓഫ് ദ വെർബ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കഴിവതും പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നിങ്ങൾ റൈറ്റിംഗ് സെൻറ്റൻസുകളെ ഇങ്ങനെ ഫോമിലേക്ക് മാറ്റാതിരിക്കുക, പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. ഓൾവേസ് സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ നിങ്ങൾ എഴുതുന്നതായിരിക്കും, പ്രസൻറ്റ് ഫോമിൽ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് മാറാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഡ്വൈസാണ്. ട്രൈ ടു റൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം യൂസ് ചെയ്തായിരിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു സെൻറ്റൻസിലേക്ക് അങ്ങനെ ഒരു പാരഗ്രാഫിൽ അങ്ങനെ പോരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 1 or 2 സെൻറ്റൻസ്, ഒരു പാരഗ്രാഫിൽ ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ 2 സെൻറ്റൻസോ ഒക്കെ നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുന്നതുകൊണ്ട് അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല.
കണ്ടിന്യൂസ് ആയിട്ട് ആ സെൻറ്റൻസ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് മാറ്റാതിരിക്കാൻ അല്ലെങ്കിൽ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. സോ ബീന, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ബീന. സോ വി ആർ മൂവ് ടു ദ നെക്സ്റ്റ് ടെക്നിക് നമ്പർ 4, യൂസിങ് ആൻറ്റോണിംസ്, നെഗറ്റീവ്സ് ഓർ ഓപ്പോസിറ്റ് എക്സ്പ്രഷൻസ്. സോ ഇതും വളരെ സിമ്പിളായിട്ടൊരു പാരാഫ്രേസിങ് ഓപ്ഷനാണ്. എല്ലാവർക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ്. സോ അനദർ വേ ടു പാരാഫ്രേസ് ഈസ് ടു യൂസ് ആൻറ്റോണിംസ് ടു ചേഞ്ച് എ നെഗറ്റീവ് എക്സ്പ്രഷൻ ഇൻ ടു എ പോസിറ്റീവ് എക്സ്പ്രഷൻ ഓർ എ പോസിറ്റീവ് എക്സ്പ്രഷൻ ഇൻ ടു എ നെഗറ്റീവ് എക്സ്പ്രഷൻ. സോ ആൻറ്റോണിംസ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഓർ ഓപ്പോസിറ്റ് എക്സ്പ്രഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻറ്റോണിംസ് നമുക്കറിയാം, ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആൻറ്റോണിം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടോം ഈസ് ഷോർട്ട്. എന്താണ്? സിമ്പിൾ സെൻറ്റൻസ് ആണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. എൻ്റെ പറഞ്ഞാൽ ടോം എന്ന് പറയുന്ന ആൾ ഷോർട്ടാണ്, അയാൾക്ക് പൊക്കം കുറവുള്ള ആളാണ്. സോ അതിനെ നമുക്ക് പാരാഫ്രേസ് ചെയ്ത് നെഗറ്റീവിൽ എങ്ങനെ പാരാഫ്രേസ് ചെയ്യാമെന്നും കൊടുത്തിട്ടുണ്ട്. ടോം ഈസ് നോട്ട് ടോൾ. ടോം പൊക്കമുള്ള ഒരാളല്ല. അത് ടോം പൊക്കമുള്ള ആളല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോം പൊക്കം കുറവാണ് അല്ലെങ്കിൽ ഒരു പൊക്കം കുറഞ്ഞ വ്യക്തിയാണെന്ന് പറയുന്നതിന് പകരം അതിനെ എങ്ങനെ പാരാഫ്രൈസ് ചെയ്തു? നെഗറ്റീവ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റോണിം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എക്സ്പ്രഷൻ ഉപയോഗിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ടോം ഈസ് നോട്ട് ടോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ടോം പൊക്കമുള്ള ഒരാളല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഇവിടെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? പാരാഫ്രൈസ് ചെയ്യാൻ സാധിച്ചു. ഷോർട്ട് എന്ന് പറയുന്നതിനെ നോട്ട് ടോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻറ്റോണിം ഉപയോഗിച്ച് അവിടെ പാരാഫ്രൈസ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ഒറിജിനൽ സെൻറ്റൻസ് നോക്കിയും ദ മോൾ ഈസ് ഫാർ അവേ. മാളെന്ന് പറയുന്നത് വളരെ ദൂരത്തിലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മാള് വളരെ ദൂരത്തിലാണ് എന്നാണ് സെൻറ്റൻസിൻ്റെ മീനിങ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബട്ട് ദ പാരാഫ്രൈസ് സെൻറ്റൻസ് ഈസ് ലൈക്ക് ദിസ്: ദ മോൾ ഈസ് നോട്ട് നിയർ. മോൾ വളരെ അടുത്തല്ല. ഈ രണ്ട് സെൻറ്റൻസിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മീനിങ് മാറിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഐഡിയ അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. മാൾ ഈസ് ഫാർ അവേ, മോൾ എന്ന് പറയുന്നത് വളരെ ദൂരത്തിലാണെന്നും അല്ലെങ്കിൽ മാൾ അടുത്തല്ല എന്ന് പറയുന്നത് എന്താണ്? മീനിങ് സെയിം ആണ്, പക്ഷേ രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അവിടെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ഇതിനെ പാരാഫ്രൈസ്. ഇതും വളരെ സിമ്പിൾ ഫോം ഓഫ് പാരാഫ്രൈസിങ് ആണ്. ആർക്ക് വേണമെങ്കിൽ നമ്മൾ ഇനീഷ്യലി, അല്ലെങ്കിൽ പാരാഫ്രൈസിങ് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇനീഷ്യലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം മെത്തേഡ്സ്, അല്ലെങ്കിൽ സിനോണിംസ് ഉപയോഗിച്ചിട്ടുള്ളതോ, വേർഡ് ഓർഡർ ചെയ്തിട്ടുള്ളതോ, അല്ലെങ്കിൽ ആൻറ്റോണിംസോ അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പ്രഷൻ ഉപയോഗിച്ചുള്ള മെത്തേഡ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് ഇനീഷ്യലി നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മുമ്പോട്ടൊരു വലിയ കോംപ്ലക്സ് എന്ന സ്ട്രക്ചറുകളെയോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസിലോട്ടൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും അപ്പം നിങ്ങൾക്കൊരു കുറച്ചുകൂടെ പ്രൊഫഷ്യൻസി ആകും, അല്ലെങ്കിൽ എന്താണ് പാരാഫ്രേസിങ്ങിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ, ഞാൻ ഈ ആദ്യം പറഞ്ഞ 2, 3, 4 ടെക്നിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏത് സെൻറ്റൻസുകൾ വേണമെങ്കിലും എടുക്കുക. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ പാരാഫ്രൈസിങ്ങിൽ പ്രൊഫഷൻ്റായി മാറും. സോ ഒരു വെർബ് എടുക്കുക, അല്ലെങ്കിൽ സെൻറ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സിനോണിംസ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് വെൻ യു യൂസ് ദ സിനോണിംസ്, എല്ലാ സിനോണിംസും നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ സെൻറ്റൻസ് സ്ട്രക്ചറിലും ഉൾക്കൊള്ളുത്താൻ സാധിക്കില്ല. അത് മീനിങ്ങിനനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മീനിങ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ വൊക്കാബ്സും അല്ലെങ്കിൽ എല്ലാ സിനോണിംസും നിങ്ങൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള വാക്കുകൾ മാത്രം നിങ്ങൾ സിനോണിംസ് ഉപയോഗിക്കുക. സോ മോസ്റ്റ് റീസെൻ്റ്ലി ഞാനിത് പറയാൻ കാരണം, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഡൂയിങ് ദിസ് മിസ്റ്റേക്ക്. വെൻ ദേ പാരാഫ്രൈസ്, അവർ പാരാഫ്രൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് വൊക്കാബ്സ് അല്ലെങ്കിൽ സിനോണിംസ് ഉപയോഗിക്കുന്ന സമയത്ത് ദേ ആർ യൂസിങ് സം ഫോഴ്സ്ഡ് വൊക്കാബുലറീസ്. ആക്ച്വലി ഒരിക്കലും ആ സെൻറ്റൻസ് സ്ട്രക്ചറിന് സൂട്ടാകാത്ത രീതിയിലുള്ള ചില വൊക്കാബ്സ് അവരോട് യൂസ് ചെയ്യും. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് മേ ബി ദ മീനിങ് സെയിം ആയിരിക്കും, പക്ഷേ ആ സെൻറ്റൻസിനുമായിട്ടോ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറുമായിട്ടോ ഒരിക്കലും ആ വേർഡ് അല്ലെങ്കിൽ ആ വെർബോ നൗണോ അവിടെ ഒരിക്കലും സ്യൂട്ടാകത്തില്ല. അങ്ങനെ സ്യൂട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഐഡിയ എക്സാമിനേഷന് ഡെലിവറി ചെയ്യാൻ സാധിക്കാതെ വരും. സോ അതുകൊണ്ട് വൊക്കാബ്സ് അല്ലെങ്കിൽ സിനോണിംസ് യൂസ് ചെയ്യുമ്പം വളരെ കെയർഫുള്ളായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള വൊക്കാബ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ്. വൊക്കാബ്സ് അല്ലെങ്കിൽ സിനോണിംസ് ഉപയോഗിച്ചാൽ ഉടനെ, അല്ലെങ്കിൽ കുറച്ച് സിനോണിംസ് സെൻറ്റൻസുകളുടെ സ്ട്രക്ചറിന് പകരം, അല്ലെങ്കിൽ പല തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്തുള്ള വേർഡിന് പകരം മറ്റു കുറച്ച് സിനോണിംസ് ഉപയോഗിച്ചാൽ അത് പാരാഫ്രൈസിങ് ആകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. പാരാഫ്രൈസിങ് ആകണമെങ്കിൽ ദ മീനിങ് ഷുഡ് ബി ദെയർ. ആ ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഗിവൺ സെൻറ്റൻസിൻ്റെ മീനിങ് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ അത് പാരാഫ്രൈസിങ് ആകത്തുള്ളൂ. സിനോണിംസ് എല്ലാം അല്ലെങ്കിൽ കുറേ വൊക്കാബ്സ് എഴുതിയതുകൊണ്ട് ഒരിക്കലും എന്ത് സംഭവിക്കത്തില്ല, അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ഐഡിയ എക്സാമിനേഴ്സിന് കിട്ടണമെന്നില്ല. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് the fourth method, using antonyms, negatives or opposite expressions. Okay, so we are going to the
നെക്സ്റ്റ് ടെക്നിക് 5 യൂസിങ് എ ഫ്രേസൽ വെർബ്. സോ ഇത് വളരെ റെയറായിട്ടുള്ള ഒരു പാരാഫ്രൈസിങ് മെത്തേഡാണ്. സോ യു ക്യാൻ സീ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് സൂസൻ ഡിസ്കാർഡഡ് ഹെർ ഓൾഡ് വാച്ച് ഇൻ ദ ട്രാഷ് ബിൻ. സോ ഡിസ്കാർഡഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഉപേക്ഷിച്ചു. സോ സൂസൻ എന്താണ് ചെയ്തിരിക്കുന്നത്? അവളുടെ ഒരു പഴയ വാച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്തു? ട്രാഷ് ബിന്നിൽ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കാർഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി കുഡ് സേ സൂസൻ ത്രൂ അവേ ഹെർ ഓൾഡ് വാച്ച് ഇൻ ദ ട്രാഷ് ബിൻ. ഫ്രേസൽ വെർബ്സ്. സോ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി നമ്മുടെ സിനോണിംസ് ഉപയോഗിച്ച് പാരാഫ്രൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മളുടെ ഡിസ്കാർഡഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് വരുന്ന മറ്റൊരു ഫ്രേസൽ വെർബായിട്ടുള്ള ത്രൂ അവേ എന്ന് പറയുന്ന ഒരു വെർബ്, അല്ലെങ്കിൽ ആ ത്രൂ അവേ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിനെ നമ്മൾ എന്ത് ചെയ്തു? പകരം ഇൻസേർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സിനോണിംസ് ഉപയോഗിച്ച് പാരാഫ്രൈസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അല്ലാതെ വളരെ റെയറായിട്ട് നമുക്ക് എല്ലാ വാക്കുകൾക്കും ഒരു ഫ്രേസൽ വെർബ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തത്. കാരണം സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. സ്പീക്കിങ്ങിൽ നമുക്ക് കുറച്ച് ചില പ്രത്യേക സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമുക്ക് പാരാഫ്രൈസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ റൈറ്റിങ്ങിൽ അത്ര കോമൺലി അക്സെപ്റ്റഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഫ്രേസൽ വെർബ് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മളുടെ സ്പീക്കിങ്ങിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. റൈറ്റിങ്ങിലേക്ക് അത്ര ഒരു റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ ഇഫ് യു കീപ് യൂസിങ് ദ സെയിം വേർഡ്സ് ദെൻ ഇറ്റ് വുഡ് നോട്ട് ബി കൺസിഡർഡ് പാരാഫ്രേസിംഗ്. സോ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ ഈസ് ടു സക്സസ്ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേർഡ്സ് വിത്ത് അവർ ഓൺ വേർഡ്സ് ആൻഡ് ഓൾസോ ട്രൈ ടു റെസിസ്റ്റ് ദ temptation of copying or using those words no matter how wonderful they are. സോ നമ്മുടെ ഒരു സെൻറ്റൻസിനെ ഉദ്ദേശിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അകത്ത് തന്നിരിക്കുന്ന വേർഡിനെ അതേപടി റിപ്പീറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതേപടി അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ കുറച്ച് നമ്മളുടേതായ ശൈലിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ആ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് വീണ്ടും അതിനെ കോപ്പി ചെയ്യാനുള്ള ടെംപ്റ്റേഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്കത് ഹാൻഡി ആകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് വെൽ. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അറ്റ് ദ ടൈം ഓഫ് ദി എക്സാമിനേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പാരാഫ്രൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ അല്ല ഒരിക്കലും. നമുക്കറിയാം റൈറ്റിംഗ് ടാസ്ക് 2 ആണെങ്കിലും 1 ആണെങ്കിലും നമുക്ക് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല ഒരിക്കലും വരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അൺഅവെയർ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും. ആ ഏരിയയിലുള്ള ഒരു സെൻറ്റൻസിനെ, ഒരു സ്ട്രക്ചറിനെ നമുക്ക് പാരാഫ്രൈസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത്യാവശ്യം പാരാഫ്രൈസ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പാരാഫ്രൈസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാവൂ. സോ അപ്പം അതുകൊണ്ട് തന്നെ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ഓഫ് കോപ്പിങ് ഓർ യൂസിങ് ദോസ് വേർഡ്സ് ഇൻ മാറ്റർ ഹൗ വണ്ടർഫുൾ ദെയർ. എത്ര നല്ല വാക്കുകളാണെങ്കിൽ പോലും, ഇപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്തുള്ള നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി ആണെങ്കിൽ പോലും ഡോണ്ട് യൂസ് ഇറ്റ് അഗെയിൻ. വീണ്ടും അതിനെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പകരം അതിന് ചേരുന്ന ഒരു വാക്കുകൾ, അല്ലെങ്കിൽ അതിൻ്റെ സെയിം മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വെർബോ അതിന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. സോ ടെക്നിക് നമ്പർ 5 യൂസിങ് എ ഫ്രേസൽ വെർബ്. ഞാൻ പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അധികം ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു മെത്തേഡല്ല ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആവശ്യം എല്ലാ വെർബിനും അല്ല എല്ലാ നൗണിനും നമുക്കൊരു ഫ്രേസൽ വെർബ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം വൊക്കാബ്സ് നമുക്കറിയാം, സിനോണിംസിൻ്റെ എണ്ണം വൊക്കാബ്സിൻ്റെ എണ്ണം വളരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടുതലാണ്. ഇതെല്ലാം നമുക്ക് കാണാതെ പഠിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളത് ഫ്രേസൽ വെർബിൻ്റെ കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഓക്കെ, ഫൈൻ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടെക്നിക് നമ്പർ 6 change the active voice to passive voice or vice versa. The most commonly used one, active voice to passive voice, especially in the സ്പീക്കിങ്ങിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ റൈറ്റിങ്ങിൻ്റെ അകത്ത് സ്പീക്കിങ്ങിലും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ പാസീവ് വോയിസിനെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എക്സാമ്പിൾ 1. സോ ഈ ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. കാരണം ഫ്രം അവർ ടെൻഡർ ക്ലാസ്സസ്, ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നൊരു മെത്തേഡാണ് ഈ ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് എന്ന് പറയുന്നത്. നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള നമ്മളുടെ ഒരു ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസിനെ മാറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അന്ന് നമുക്കിതൊരു പാരാഫ്രേസിങ് ടൂളാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇതൊരു പാരാഫ്രേസ്. ആക്ച്വലി ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് എന്ന് പറയുന്നത് അന്ന് ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ, അല്ലെങ്കിൽ അത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരാഫ്രൈസിങ്ങിനുള്ള ടൂൾ മാത്രമാണ്. നമുക്ക് ഈസിലി നമുക്ക് പാരാഫ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ഒറിജിനൽ സെൻറ്റൻസ് നോക്കിയേ. ഐ ഗേവ് ഹെർ എ വാച്ച് ഫോർ ഹെർ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേക്ക് ഞാനൊരു വാച്ച് ഗിഫ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ വാച്ച് കൊടുത്തു. ഗേവ് ഹെയർ, കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പാരാഫ്രൈസ് സെൻറ്റൻസ് ഈസ് ഷീ വാസ് ഗിവൺ എ വാച്ച് ഫോർ ഹെർ ബർത്ത്ഡേ. സോ
അവൾക്ക് അവളുടെ ബർത്ത്ഡേക്ക് ഒരു വാച്ച് കിട്ടി. ഷീ വാസ് ഗിവൺ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഐ ഗേവ് ഹെയർ എ വാച്ച്. ഗേവ് ഹെയർ എ വാച്ച് എന്ന് പറയുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെ മാറ്റി? വാസ് ഗിവൺ എ വാച്ച് എന്ന് മാറ്റി. അല്ലെങ്കിൽ ഗേവ് ഹെയർ എ വാച്ച് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ വാസ് ഗിവൺ എ വാച്ച് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറ്റി. പക്ഷേ അവിടെ എന്ത് മാറിയിട്ടില്ല? ഫോർ ഹെർ ബർത്ത്ഡേ എന്ന് പറയുന്ന ക്ലോസ് അവിടെ ഒരിക്കലും മാറിയില്ല. ആ ക്ലോസ് അവിടെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുമുണ്ട്. ഫോർ ഹെർ ബർത്ത്ഡേ എന്ന് പറയുന്ന ക്ലോസിനെ മാറ്റമില്ലാതെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെൻറ്റൻസ്, ദ ഒറിജിനൽ സെൻറ്റൻസ് ഈസ് someone has cleaned the table. ആരോ ടേബിൾ ക്ലീൻ ചെയ്തു. ദ പാരാഫ്രേസ് സെൻറ്റൻസ് ഈസ് ദ ടേബിൾ ഹാസ് ബീൻ ക്ലീൻഡ്. someone has cleaned the table. ആരോ ടേബിൾ ക്ലീൻ ചെയ്തു. ദ ടേബിൾ ഹാസ് ബീൻ ക്ലീൻഡ് ബൈ സമ്മൺ എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ദ ടേബിൾ ഹാസ് ബീൻ ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ പോലും അവിടെ പൂർണ്ണമായ മീനിങ് കിടക്കുന്നുണ്ട്. സമ്മൺ അത്ര സമ്മണിൻ്റെ അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഹാസ് ക്ലീൻഡ് അതായത് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞ കാര്യത്തെ ഹാസ് ബീൻ ക്ലീൻഡ് എന്ന് പറയുന്നു. സോ ആക്റ്റീവ് വേഴ്സ് ടു പാസീവ് വേഴ്സിലേക്ക് അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ മീനിങ് മാറിയിട്ടില്ല. ടേബിൾ ക്ലീൻ ചെയ്തു എന്ന മീനിങ് അവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ദ സിക്സ്ത് ടെക്നിക്, ചേഞ്ച് ദ ആക്റ്റീവ് വേഴ്സ് ടു പാസീവ് വേഴ്സ്. ആക്റ്റീവ് വേഴ്സിൽ നിന്നും പാസീവ് വേഴ്സിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് വളരെ കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പാരാഫ്രൈസ്ഡ് വേർഷനാണ്. So you can try it. Yes. So the seventh technique, combining or separating sentences. സോ ഇത് കുറച്ച് ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മളൊരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ നമ്മളൊരു സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻറ്റു ഷോർട്ട് സെൻറ്റൻസ്, സെൻറ്റൻസുകളെ ഷോർട്ട് സെൻറ്റൻസ് ആക്കുകയോ ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് അതർ ഷോർട്ട് സെൻറ്റൻസ് ടു ഫോം എ ലോങ് സെൻറ്റൻസസ്. ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ എഴുതുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ പല ക്ലോസുകൾ ഡിപ്പെൻഡൻ്റ് ആയിക്കോട്ടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസുകളെ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസും അല്ലെങ്കിൽ കോമാസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഓട്ടോമാറ്റിക്കലി പാരാഫ്രേസിംഗ് ഉണ്ടാവും. സോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറിയ സെൻറ്റൻസ് അല്ലെങ്കിൽ ലോങ് സെൻറ്റൻസസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഷോർട്ട് സെൻറ്റൻസ്. വലിയ സെൻറ്റൻസുകളെ ഷോർട്ട് സെൻറ്റൻസുകളാക്കുകയും ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് അതർ ഷോർട്ട് സെൻറ്റൻസസ് ടു ഫോം ലോങ് സെൻറ്റൻസസ്. സോ നിങ്ങൾ റൈറ്റിംഗ് ടാസ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് രണ്ടാമത്തെ ആ ക്ലോസ് ആയിരിക്കും കുറച്ചുകൂടെ ബെനിഫിഷ്യലായത്. ചെറിയ സെൻറ്റൻസുകളെ വലിയ സെൻറ്റൻസുകളാക്കാൻ ശ്രമിക്കുക. ബിക്കോസ് റൈറ്റിംഗ് ടാസ്ക് 2-ൽ they don't prefer simple or short sentences. The examiners always prefer to read some lengthy sentences which are in complex forms. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോംസിലുള്ള കുറച്ച് ലെങ്തി സെൻറ്റൻസുകൾ വായിക്കാനാണ് എക്സാമിനേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു യുവർ സ്കോർ. ഓക്കെ, സോ ഡോണ്ട് ട്രൈ ടു റൈറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട് സെൻറ്റൻസ്. ഒരിക്കലും നമ്മുടെ എസ്സേയിൽ എഴുതാൻ പാടില്ല. എസ്പെഷ്യലി ഇൻ ദി ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന റിപ്പീറ്റാണ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്. സോറി, നോട്ട് ഫോർ ദി ഇൻട്രൊഡക്ഷൻ. നമ്മുടെ എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ആണെങ്കിലും സെക്കൻഡ് ബോഡി പാരഗ്രാഫിലോ കൺക്ലൂഷനിലോ തുടങ്ങുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് അവിടെ എഴുതി വെക്കും. സോ ഒരിക്കലും അങ്ങനെ ഒരു സിമ്പിൾ സെൻറ്റൻസ് അവിടെ എഴുതരുത്. സോ ട്രൈ ടു റൈറ്റ് എ കോമ്പൗണ്ട് സെൻറ്റൻസ്. ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എങ്കിലും അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെങ്കിലും ചേർത്ത് ഒരുമിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും വളരെ നല്ലത്. സോ അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് സ്ട്രക്ചറിനെ മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വലിയ സെൻറ്റൻസുകളെ ചെറുതാക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ സ്കോർ കൂട്ടാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ചെറിയ സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുക. പല ക്ലോസുകളെ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ഫൈൻ. ഫോർ എക്സാമ്പിൾ ഹിയർ യു ക്യാൻ സീ ഹിയർ the original sentence is Australia is a wonderful country, which has many beautiful natural landscapes, an interesting history, and friendly people. സോ ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞു. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു രാജ്യം ഒരു വണ്ടർഫുൾ കൺട്രിയാണ്. എന്തുകൊണ്ട് വണ്ടർഫുൾ കൺട്രിയാണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അഡീഷൻസ് ആണ് തന്നിരിക്കുന്നത്. വിച്ച് ഹാസ് എന്തുണ്ട്, മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ധാരാളം സുന്ദരമായ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പ്രകൃതിദത്തം അല്ലെങ്കിൽ ഭൂപ്രകൃതികളുണ്ട്, കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി. സോ നമുക്ക് എല്ലാവർക്കും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയതല്ല, കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ. സോ ദ മൈൻഡ് സെറ്റ് ഓഫ് ദാറ്റ് ഓസ്ട്രേലിയൻസ്, അവിടെയുള്ള ഓസ്ട്രേലിയൻ പീപ്പിൾ എല്ലാം എന്താണ്, വളരെ ഫ്രണ്ട്ലിയാണ് അല്ലെങ്കിൽ ആൾക്കാരോട് വളരെ ഫ്രണ്ട്ലിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ലെങ്തി സെൻറ്റൻസ് ആണ്. യു ക്യാൻ സീ ഒരു 1, 2, 3 കോമയോളം വിട്ടിട്ട് വിച്ച് ഹാസ് ഉപയോഗിച്ച് ആ സെൻറ്റൻസിനെ വളരെ ലെങ്തി ആയിട്ട് തന്നിട്ടുണ്ടോ. പല കാര്യങ്ങളും അവിടെ പറഞ്ഞു. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു വണ്ടർഫുൾ കൺട്രി ആണെന്ന് പറഞ്ഞു, അതിന് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ ഫ്രണ്ട്ലി പീപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 കാര്യങ്ങളെ ഒരുമിച്ചൊരു സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ അകത്ത് കയറ്റി അല്ലെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ പാരാഫ്രൈസ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ
ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ആദ്യം പറഞ്ഞാൽ ലോങ് സെൻറ്റൻസ് ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു ഷോർട്ട് സെൻറ്റൻസ്. അതിനെ എന്ത് ചെയ്തു, നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത്. എങ്ങനെ? ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ അതിനെ നമ്മളിവിടെ സെൻറ്റൻസിനെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം തുടങ്ങിയിരിക്കുന്നത് ഇറ്റ് ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ആൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ. ആ വണ്ടർഫുൾ കൺട്രി ആണെന്ന് പറഞ്ഞ് ആ ക്ലോസിനെ മാത്രം ഒരു സെപ്പറേറ്റഡ് ക്ലോസ് ആയി മാറ്റി, അതിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് മാറ്റി നിർത്തി. അതിന് ഇറ്റ് ഹാസ്, അതിന് എന്തുണ്ട്, മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, ധാരാളം നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ഉണ്ട്, ആൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി, ഒരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്, ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ, ധാരാളം ഫ്രണ്ട്ലി ആയിട്ടുള്ള പീപ്പിളും ഉണ്ട്. പക്ഷേ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ മാറ്റി നിർത്തിയെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇറ്റ് ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ത് സംഭവിച്ചു, അതിനെ ഒരുമിച്ചൊരു സെൻറ്റൻസ് ആക്കി മാറ്റി. ഇറ്റ് ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ആൻഡ് ആൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ എന്ന് പറയുന്ന കാര്യത്തെ ഒരുമിച്ച് നിർത്തി. ബാക്കിയുള്ള ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഓസ്ട്രേലിയ ഒരു വണ്ടർഫുൾ കൺട്രിയാണെന്ന് പറയുന്ന ഒരു ക്ലോസിനെ മാത്രം സെപ്പറേറ്റ് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റി നിർത്തി. ഓക്കെ, ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ രണ്ടാമത്തെ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയ, വിച്ച് ഈസ് എ വണ്ടർഫുൾ കൺട്രി, ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ആൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ. സോ ഇതൊരു പാരാഫ്രൈസ്ഡ് വേർഷൻ. ഇവിടെ തന്നിരിക്കുന്ന സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് നമുക്കറിയാം, ഓസ്ട്രേലിയ വിച്ച് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. സോ വിച്ച് ഹാസ്, ഇറ്റ് ഹാസ്, വിച്ച് ഈസ്. സോ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ കൺട്രിയാണ്, ഹാസ്, അതിനെന്തുണ്ട്, ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ആൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ യു ക്യാൻ സീ, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ സെൻറ്റൻസിൽ നിന്നും വലിയൊരു ഡിഫറൻസ് നമുക്ക് ഈ പാരാഫ്രൈസ്ഡ് സെൻറ്റൻസിൽ കാണാൻ സാധിക്കുന്നില്ല. സെക്കൻഡ് സെൻറ്റൻസിലാണ് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ മൊത്തത്തിലൊരു കംപ്ലീറ്റ് സെൻറ്റൻസിന്, ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിന്, ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് അതിനെ മാറ്റി നിർത്തിയത്. അതിനുശേഷം അഡീഷണലായിട്ട് 2-3 കാര്യങ്ങൾ ഒരുമിച്ചിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് പാരാഫ്രൈസ്ഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, വളരെയധികം ഓപ്ഷൻസ് വലിയ ചേഞ്ചസ് കാണാൻ സാധിക്കില്ല. ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി, ഓസ്ട്രേലിയ, വിച്ച് ഈസ് എ വണ്ടർഫുൾ കൺട്രി എന്ന് പറഞ്ഞിരിക്കുന്നു. വിച്ച് ഹാസിന് പകരം ഹാസ് ഉപയോഗിച്ച് ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ എന്നവിടെ പറഞ്ഞു. സോ അവിടെ അവർ സെക്കൻഡ് ഓപ്ഷൻ്റെ അകത്ത് ഒരിക്കലും വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടിരിക്കുന്നത് ഫസ്റ്റ് തന്നിരിക്കുന്ന ഒറിജിനൽ സെൻറ്റൻസിനെ പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളില്ലാതെ തന്നെ പാരാഫ്രൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്ത പാരാഫ്രൈസ്ഡ് വേർഷൻ്റെ അകത്ത് എന്ത് ചെയ്തു, അതിൻ്റെ മീനിങ്ങിനെ മാറ്റുകയും ചെയ്തു. സോ കമ്പൈനിങ് എ സെപ്പറേറ്റ് സെൻറ്റൻസ്. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി വെരി കെയർഫുൾ. വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ പാരാഫ്രൈസിങ് ചെയ്യാനായിട്ട്. കാരണം ഇവിടെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ മാറ്റുമ്പോൾ യു ഹാവ് ടു റിയലൈസ് ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ അതൊരു ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഏതാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്തതിന് ശേഷം ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ മാത്രമായിട്ട് നിങ്ങളൊരു സെപ്പറേറ്റ് സെൻറ്റൻസ് ആയിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ക്ലോസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അല്ലാത്ത പക്ഷം നിങ്ങൾക്കതിനെ കൃത്യമായിട്ട് പാരാഫ്രൈസ് ചെയ്യാൻ വരാതെ വരും. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സെക്കൻഡ് ക്ലോസ് അല്ലെങ്കിൽ സെക്കൻഡ് സെൻറ്റൻസിന് പൂർണ്ണമായ മീനിങ് ചിലപ്പം തരാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി, അവിടെ പൂർണ്ണമായ മീനിങ് ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്ലോസ് ആണ്. ഇറ്റ് ഹാസ് മെനി ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് എന്ന് പറയുന്ന കാര്യം ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അത് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ കൃത്യമായിട്ട് മാറ്റാൻ സാധിച്ചില്ല. ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി എന്ന് പറയുന്നതിനെ മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ അഡീഷണൽ സെൻറ്റൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മീനിങ് കൊടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടിപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഇൻറ്റൻഷൻ എക്സാമിനേഴ്സിന് കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിരിക്കണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ മീനിങ് പല തവണ നിങ്ങൾ പാരാഫ്രൈസ് ചെയ്ത് ഹെൽപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് മെത്തേഡ് ഫോർ എ ബെറ്റർ പാരാഫ്രൈസിങ്. സോ വളരെയധികം കുറച്ച് മെത്തേഡ്സ് കൂടി ഉണ്ട്. എനിക്കും വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൻഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്നൊരു മെത്തേഡ്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു 3-4 മെത്തേഡ് കൂടി ഉണ്ട്. അത്ര റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് എടുത്ത് കഴിഞ്ഞത്. സോ ഏറ്റവും മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡ്സാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ഒന്നുകൂടെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. സോ എന്താണ് പാരാഫ്രൈസിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് പോവാം. സോ വാട്ട് ഈസ് പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞു. സോ സിംപിളി നമ്മൾ പാരാഫ്രൈസിംഗ് എന്താണെന്ന് പറഞ്ഞു, ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ച് ദ മീനിങ്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മാറാതെ അതിൻ്റെ സ്ട്രക്ചറിനെ പൂർണ്ണമായിട്ടൊന്ന് മാറ്റി എഴുതുക, റീഫ്രൈസ് ചെയ്യുക ഇൻ യുവർ ഓൺ വേർഡ്സ്. യുവർ ഓൺ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വേർഡ്സിൽ എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാഗരിസം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്ലാഗരിസം എന്താണെന്ന് അറിയുന്നത് നമുക്കറിയാം. ഒരിക്കലും വി ഡോണ്ട് കോപ്പി ഫ്രം ഇൻ്റർനെറ്റ് ഓർ ഫ്രം എനി അതർ സോഴ്സസ്. അങ്ങനെ കോപ്പി ചെയ്യരുത്.
ട്രൈ ടു റൈറ്റ് ബൈ അവർ ഓൺ ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജിൽ എഴുതാൻ ശ്രമിക്കുക. സോ ഇറ്റ്സ് പോസിബിൾ. അതിനുള്ള മെത്തേഡ്സാണ്, അതായത് നമ്മുടെ ലാംഗ്വേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ബെറ്റർ മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സിനോണിംസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡ്സ് കൃത്യമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിവൺ ക്യാൻ ഡു ദാറ്റ്. അതൊരു പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ബട്ട് ട്രൈ ടു ഫോളോ ദീസ് ടെക്നിക്സ്. ഈ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പാരാഫ്രൈസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിരുന്നു. റീഡിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഫോർ മെനി സ്റ്റുഡൻസ്. അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു, ഫോർ മെനി സ്റ്റുഡൻസ് ബീയിങ് സ്കിൽഫുൾ അറ്റ് റീഡിങ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. സോ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന, വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന വാക്കിന് പകരം എക്സ്ട്രീംലി എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചു. എക്സ്ട്രീംലി എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചാണ് അതിനെ എന്ത് ചെയ്ത് പാരാഫ്രൈസ് ചെയ്തത്. ഫോർ മെനി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അതേപോലെ അവിടെ റിപ്പീറ്റും ചെയ്തിട്ടുണ്ട്. സോ മീനിങ് മാറിയിട്ടില്ല, പക്ഷേ എൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അവിടെ മാറി. ഇതാണ് പാരാഫ്രൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് പാരാഫ്രൈസിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, പാരാഫ്രൈസിങ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ആസ് വി ഓൾ നോ ഇൻ റൈറ്റിംഗ് ടാസ്ക് 2 പാരാഫ്രൈസിങ്ങിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ റൈറ്റിംഗ് ദ ഇൻട്രൊഡക്ഷൻ. വെൻ യു try to write the introduction, the paraphrasing should be considered, because നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആ ഒരു ലാർജ് ചങ്ക് അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള ഒരു മേജർ പോർഷൻ നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് കോപ്പി ചെയ്യുന്നത് ഒരിക്കലും ബെനഫിഷ്യൽ അല്ല. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ട്രൈ ടു പാരാഫ്രൈസ് ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ജനറൽ സെൻറ്റൻസ് ഓഫ് ഓർ ദ ജനറൽ ഐഡിയ ഇൻ ദിസ് ക്വസ്റ്റ്യൻ into your introduction part. ഓക്കെ, സോ അത് പറഞ്ഞു. സോ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം പറഞ്ഞു. എക്സാക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചറിൽ ഒരിക്കലും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സോ ട്രൈ ടു പാരാഫ്രൈസ് ഇറ്റ്. ഓക്കെ, സോ 7 ടെക്നിക്സ് ഫോർ എഫക്റ്റീവ് പാരാഫ്രൈസിങ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് പാരാഫ്രൈസിങ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ നോക്കിയിരുന്നു. ദ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു, ദ മോസ്റ്റ് simple and the commonly used method for paraphrasing. This is using synonyms. We can use different synonyms to paraphrase a particular sentence that they have given. So ഇവിടെ the hardest language to learn is Japanese. ജാപ്പനീസ് ആണ് ഏറ്റവും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞു. അതിനെ 3 രീതിയിൽ നമ്മൾ പാരാഫ്രൈസ് ചെയ്തു. The most difficult language to learn is Japanese. The most difficult language to be good at is Japanese. The most difficult language to master is Japanese. ഈ 3 മീനിങ് സെൻറ്റൻസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജാപ്പനീസ് ആണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്നുള്ളൊരു ഐഡിയ അവിടെ ജനറേറ്റഡ് ആകുന്നുണ്ട്. അതാണ് പാരാഫ്രൈസിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. തന്ന സെൻറ്റൻസിൻ്റെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന ജാപ്പനീസ് ആണെന്നുള്ള ഐഡിയ ഈ 3 സെൻറ്റൻസിലും എക്സ്പ്ലിസിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ സക്സസ്ഫുൾ പാരാഫ്രൈസിങ്. നമ്മൾ പാരാഫ്രൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഐഡിയ പൂർണ്ണമായിട്ട് അത് വായിക്കുന്നവർക്ക് ഡെലിവർ ചെയ്യാൻ സാധിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ സക്സസ്ഫുൾ പാരാഫ്രൈസിങ്. ഓക്കെ, ഫൈൻ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് ദ ഓർഡർ ഓഫ് ദ വെർബ്സ്. ഞാൻ പറഞ്ഞിരുന്നു, ക്ലോസുകളെക്കുറിച്ച് പറഞ്ഞു, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെക്കുറിച്ച് പറഞ്ഞു. ആ ക്ലോസ് വേർഡ് ഓർഡറിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ആ ക്ലോസിൻ്റെ ഓർഡറുകൾ. ഇഫ് ഐ ആം ലേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ക്ലോസ്, പിന്നെ ഒരു ക്ലോസ് വന്നത് മൈ ബോസ് വിൽ ബി മാഡ് എന്ന് പറയുന്ന ക്ലോസ് കൂടി വന്നു. ഈ 2 ക്ലോസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. മൈ ബോസ് വിൽ ബി മാഡ് ഇഫ് ഐ ആം ലേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു സിനോണിംസ് ഉപയോഗിച്ചിട്ടില്ല, നമ്മുടെ സെൻറ്റൻസിൻ്റെ ഒരു വക്കാബ്സിനെ ചേഞ്ച് ചെയ്തിട്ടില്ല, സ്ട്രക്ചർ മാറ്റില്ല, ടെൻസ് മാറ്റില്ല, ഒന്നും മാറ്റിയിട്ടില്ല. പകരം ആ ഓർഡറിനെ അല്ലെങ്കിൽ ക്ലോസിൻ്റെ ഓർഡറിനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു പെർഫെക്റ്റ് പാരാഫ്രൈസിംഗ് ആണ്. അതുപോലെ തന്നെ ഇഫ് യു ഡോണ്ട് ഹറി വി വിൽ മിസ് ദ ബസ്. നമ്മൾ ധൃതി കാണിച്ചില്ലെങ്കിൽ, നമ്മൾ തിരക്കിട്ട് പോയില്ലെങ്കിൽ ബസ് മിസ്സാകുമെന്ന് പറഞ്ഞു. ഇഫ് വി വിൽ മിസ് ദ ബസ് ഇഫ് യു ഡോണ്ട് ഹറി, ഡെഫിനറ്റ്ലി നമുക്ക് ബസ് മിസ്സാകും നമ്മൾ തിരക്കിട്ട് പോയില്ലെങ്കിൽ. സോ ഇവിടെ എന്ത് ചെയ്തു, ക്ലോസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ മീനിങ്ങിൻ അല്ലെങ്കിൽ ഒരു സിനോണിംസോ ഒന്നും തന്നെ അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, the next method is technique number 4, using antonyms and negative or opposite expressions. yes എന്ന് പറഞ്ഞാൽ no അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, antonyms ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോം ഈസ് ഷോർട്ട്, ടോം പൊക്കമില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. അതിന് പറയുന്നത് ടോം ഈസ് നോട്ട് ടോൾ, ടോം പൊക്കമില്ലാത്ത ആളാണ്. രണ്ടിൻ്റെ മീനിങ് എന്താണ്? പൊക്കമില്ലാത്ത ആളെന്ന് പറഞ്ഞ് ഷോർട്ട്, ചെറിയ ആളാണെന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ ആൻറ്റോണിം ആയിട്ടുള്ള അതിൻ്റെ നെഗറ്റീവ് എക്സ്പ്രഷൻ ആയിട്ടുള്ള ഈസ് നോട്ട് ടോൾ എന്നുള്ള മീനിങ് അവിടെ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു, എൻ്റയർ മീനിങ് അവിടെ കൊടുക്കാൻ സാധിച്ചു. നമ്മൾ ഉദ്ദേശിച്ച ഐഡിയ എന്ന് പറഞ്ഞാൽ ടോമിന് പൊക്കമില്ല എന്ന് പറഞ്ഞ ഐഡിയ അവിടെ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ സക്സസ്. അടുത്ത എന്താണ്, ദ മോൾ ഈസ് ഫാർ അവേ, മാൾ വളരെ ദൂരത്തിലാണ്. ദ മോൾ ഈസ് നോട്ട് നിയർ, മാൾ അടുത്തല്ല. ഇത് രണ്ടിൻ്റെ അകത്തും മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ഫാർ അവേ ഫ്രം അവർ ലൊക്കേഷൻ എന്നുള്ള മീനിങ് തന്നെയാണ്. അതവിടെ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ്
യൂസിങ് എ ഫ്രേസൽ വെർബ്. ഞാൻ പറഞ്ഞു ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. സാധാരണ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നൊരു ഒരു മെത്തേഡല്ല. ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന സ്പീക്കിങ്ങിലാണ്. റൈറ്റിങ്ങിനകത്ത് അത്ര യൂസ്ഫുൾ ആകത്തില്ല. സോ സൂസൻ ഡിസ്കാർഡഡ് ഹെയർ ഓൾഡ് വാച്ച് ഇൻ ദ ട്രാഷ് ബിൻ. ഡിസ്കാർഡഡ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ഫ്രേസൽ വെർബായിട്ടുള്ള ത്രൂ അവേ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ഉപയോഗിച്ചു. സോ ഇതിൻ്റെ അതുണ്ടാകുന്ന ഡിഫിക്കൽട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ഫ്രേസൽ വെർബ് എല്ലാ വാക്കുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ വെർബിൻ്റെയും ഫ്രേസൽ വെർബ് ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. എല്ലാത്തിനും അങ്ങനെ അവൈലബിൾ ആണെന്നുമില്ല. സോ അതുകൊണ്ട് ഇതൊരു കോമൺലി അക്സെപ്റ്റഡ് മീഡിയം എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് യു ക്യാൻ ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രേസൽ വെർബുകൾ നിങ്ങൾ കുറച്ച് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വെർബ് ഉപയോഗിച്ച് നിങ്ങളതിനെ ഒന്ന് പാരാഫ്രൈസ് ചെയ്ത് നോക്കുക. ഇറ്റ്സ് ഗുഡ്, ഫൈൻ. സിക്സ്ത് മെത്തേഡ്, ചേഞ്ച് ദ ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. സോ ഓർ വൈസ് വേഴ്സ. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്കോ പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവ് വോയിസിലേക്കോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചറിനെ മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പാരാഫ്രൈസിങ് പോസിബിൾ ആകുന്നുണ്ട്. ഇറ്റ് വിൽ എലിവേറ്റ് യുവർ സ്കോർ. സോ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ഗേവ് ഹെർ എ വാച്ച് ഫോർ ഹെർ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേക്ക് ഞാനൊരു വാച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. ആൻഡ് ദ പാരാഫ്രൈസ് സെൻറ്റൻസ് ഈസ് ഷീ ഹാസ് ഗിവൺ എ വാച്ച് ഫോർ ഹെർ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേക്ക് അവൾക്കൊരു വാച്ച് കിട്ടി, അല്ലെങ്കിൽ അവൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ മീനിങ് അവിടെ കിട്ടിയിട്ടുണ്ട്. സമ്മൺ ഹാസ് ക്ലീൻ ദ ടേബിൾ. ആരോ ടേബിൾ ക്ലീൻ ചെയ്തു. ദ ടേബിൾ ഹാസ് ബീൻ ടേബിൾ ക്ലീൻ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ മീനിങ് കൂടി അവിടെ വരുന്നുണ്ട്. സോ ഈ രണ്ട് മെത്തേഡ്സിൽ എന്ത് സംഭവിക്കുന്നു? ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്കും പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവ് വോയിസിലേക്ക് മാറുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മീനിങ് മാറുന്നില്ല, കൃത്യമായിട്ടുള്ള പാരാഫ്രൈസിങ് നടക്കുന്നുണ്ട്. സോ യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ യുവർ സ്പീക്കിംഗ് ഓൾസോ. ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഫൈൻ. സോ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ മെത്തേഡ് ഈസ് കമ്പൈനിങ് ഓർ സെപ്പറേറ്റിംഗ് സെൻറ്റൻസസ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ സെൻറ്റൻസുകളെ ഡിവൈഡ് ചെയ്യുക. ഒരു വലിയൊരു സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിൽ അതിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വളരെ 2-3 ചെറിയ സെൻറ്റൻസുകളാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? ഒരുമിച്ച് ചേർത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസോ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എങ്കിലും ആക്കാനായിട്ട് ശ്രമിക്കുക. സോ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി, വിച്ച് ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ആൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി, ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ കൺട്രിയാണ്. അതിന് എന്തൊക്കെയുണ്ട്? ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹിസ്റ്ററി ഉണ്ട്, ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിറ്റിസൺസ് ആണ് അവിടെ ഉള്ളതെന്നുള്ള മീനിങ് കൂടി തന്നിട്ടുണ്ട്. സോ അതിനെ പാരാഫ്രൈസ് ചെയ്തപ്പോൾ ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ അവിടെ സെപ്പറേറ്റഡ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഇറ്റ് ഹാസ്, അതിന് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ. ധാരാളം നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്, ഫ്രണ്ട്ലി ആൾക്കാരായിട്ടുള്ള താമസക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഓസ്ട്രേലിയൻസ് എന്നുള്ള കാര്യം കൂടി അവിടെ പറഞ്ഞിരിക്കുന്നു. സോ അവിടെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിനെ, അതായത് ആ ആദ്യം തന്നിരിക്കുന്ന വലിയൊരു സെൻറ്റൻസിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആക്കി, അതിനുശേഷം മറ്റൊരു സെൻറ്റൻസ് കൂടി അല്ലെങ്കിൽ ക്ലോസ് കൂടി അവിടെ ചേർത്ത് 2-3 കാര്യങ്ങളെ ചേർത്ത് ഒരു സെൻറ്റൻസ് കൂടി അവിടെ ഉണ്ടാക്കി. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ സെക്കൻഡ് സ്റ്റൈൽ ഓഫ് പാരാഫ്രൈസിങ്, അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓസ്ട്രേലിയ, വിച്ച് ഇസ് എ വണ്ടർഫുൾ കൺട്രി. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വണ്ടർഫുൾ കൺട്രിയാണ്. അവിടെ സെൻറ്റൻസുകളെ സ്പ്ലിറ്റ് ചെയ്യില്ല, പകരം കോമ ഇട്ടെന്ന് പറഞ്ഞു. ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ധാരാളം നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ഉണ്ട്, ആൻഡ് ആൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി, ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ. ഒരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്, അതോടൊപ്പം തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളൊരു മീനിങ് അവിടെ കൊടുത്തു. ഓക്കെ, സോ ഇതാണ് ഫൈനൽ മെത്തേഡ്. ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡല്ല, ഞാൻ പറഞ്ഞിരുന്നു. സോ ബട്ട് യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ് വെൽ. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സെൻറ്റൻസ് ഒരു വലിയൊരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഒരു വലിയൊരു സെൻറ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് ഒരു സെൻറ്റൻസ് നിങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോൾ, ഇപ്പോൾ ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി എന്ന് പറയുന്നൊരു മീനിങ്ങിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള മീനിങ് അവിടെ ജനറേറ്റ് ആയി എന്നുള്ള കാര്യം നിങ്ങൾ അഷർ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് മാറ്റാവൂ. ഓക്കെ, സോ ദീസ് ആർ ദ മെത്തേഡ്സ് ടു പാരാഫ്രൈസ് സെൻറ്റൻസ്. ഇതൊക്കെയാണ് നമുക്ക് മെത്തേഡ്സ്, പാരാഫ്രൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്, ബിക്കോസ് പാരാഫ്രൈസിങ് എന്ന് പറയുന്ന വളരെയധികം മെത്തേഡ്സ് അല്ലെങ്കിൽ വളരെയധികം റിക്വസ്റ്റ് വന്നൊരു ലൈവ് സെഷൻ ആയിരുന്നു, നമുക്ക് പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ് വന്നൊരു സെഷൻ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു ലൈവ് സെഷൻ ചെയ്തിരിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്, സോ യു ക്യാൻ, സോ ആസ് യു ഓൾ നോ, ഇത്തരത്തിലുള്ള ലൈവ് സെഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ, സോ ഞങ്ങളുടെ റെഗുലർ സ്റ്റുഡൻറ്റ്, ടിജൂസ് അക്കാഡമിയുടെ റെഗുലർ സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് കൂടി എല്ലാവർക്കും കിട്ടണം, അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ സ്കോറിലേക്ക് എത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. സോ യു ക്യാൻ, ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്, ഇതിലേക്കുള്ള വളരെയധികം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, യു ക്യാൻ ജോയിൻ ടിജൂസ് അക്കാഡമിയിലേക്ക് വരിക. സോ യു ക്യാൻ, സോ IELTS എന്ന് പറയുന്ന ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. സോ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ നിങ്ങളുടെ സ്കോറിനെ എലിവേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. സോ ഇതെല്ലാം പ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് തന്നെയാണ്. സോ ലോട്ട്സ് ഓഫ് സ്റ്റുഡൻസ്
ട്രൈഡ് ദിസ്, അവർ ട്രൈ ചെയ്യുകയും അവരുടെ അച്ചീവ് സ്കോറിലേക്ക് അല്ലെങ്കിൽ റിക്വയർഡ് സ്കോർ അച്ചീവ് ചെയ്യുകയും ചെയ്ത് ഇത്തരത്തിലുള്ള മെത്തേഡ്സും ടെക്നിക്സും ഇതിലൂടെ അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് യൂസ്ഫുൾ. സോ ട്രൈ ടു ഫോളോ ദിസ് മെത്തേഡ്സ്. ഓക്കെ, ഫൈൻ. സോ ഐ തിങ്ക് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. നിങ്ങളുടെ ഈ പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞ ലൈവ് സെഷൻ ഇന്ന് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ധാരാളം മെസ്സേജസ് വന്നിരുന്നു, ഒരു ലൈവ് സെഷൻ ഓൺ പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞ കാര്യം റിക്വസ്റ്റ് വന്നിരുന്നു, അതുകൊണ്ടാണ് ഈ സെഷൻ ചെയ്തത്. സോ ഇഫ് യു വാണ്ട് എനി പർട്ടിക്കുലർ സെഷൻസ്, ഇപ്പോൾ പാരാഫ്രൈസിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറുകൾ, ഹൗ ടു റൈറ്റ് എ കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ, അല്ലെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോഡി പാരഗ്രാഫ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗ ടു റൈറ്റ് ആൻ എഫക്റ്റീവ് എക്സാമ്പിൾ, ദാറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. പല സ്റ്റുഡൻസും മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ബോഡി പാരഗ്രാഫിൽ ഒരു പോയിന്റ് പറഞ്ഞാൽ എങ്ങനെ എക്സാമ്പിൾ, ഒരു എഫക്റ്റീവായിട്ടുള്ള എക്സാമ്പിൾ എഴുതാൻ ശ്രമിക്കണം, എങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാൻ സാധിക്കും. ഈ കാര്യങ്ങളിലെല്ലാം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു ഏരിയയാണ്. സോ ഇത്തരം ഏരിയാസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വളരെ ഹെൽപ്ഫുൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഹിയർ, അല്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ടിജൂസ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഓൾസോ മെസ്സേജസ്. സോ ഇതെല്ലാം വളരെ ഈസിലി നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. അങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആകും. ആ ബെനിഫിഷ്യൽ ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റൈറ്റിംഗ് സ്കോറിലേക്ക് എത്താൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യു ക്യാൻ ഇൻഫോമസ്. റൈറ്റിംഗ് ടാസ്ക് 2 റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് Shaluji, good morning. Good morning, Shalu. Shalu Aji, yes. Good morning, Shalu. And I hope this session was useful for you guys. So try to practice these sessions. ഈ സെഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷനാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് ഉപയോഗിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ഇനീഷ്യലി പറഞ്ഞ 3 മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അവസാനം പറഞ്ഞ 2-3 കുറച്ച് ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് കൂടി ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് അതിനെ കൃത്യമായിട്ട് പാരാഫ്രൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാരാഫ്രൈസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യുവർ സ്കോർ വിൽ be improved. Okay, so try to practice well, and നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഇത്തരം മെത്തേഡ്സുകളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിലേക്ക് പോകാൻ ശ്രമിക്കുക. ഓക്കെ, സോ അപ്പോൾ പാരാഫ്രൈസിംഗുള്ള മെത്തേഡ്സ് ഈ സ്ലൈഡ്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് ഉപയോഗിക്കുക. സിനോണിംസ് ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ വേർഡ് ഓർഡർ ചേഞ്ച് ആണോ, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ പാരാഫ്രൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അവസാനം പറഞ്ഞിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൊഫഷൻ്റ് ആയതിനു ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു മീനിങ് ആ സെൻറ്റൻസിന് ഡെലിവർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത്രയധികം ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം മാത്രം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ താങ്ക് യു all for your valuable comments and those who watched my live. So please stay tuned for the next session. So thank you. This is Vineet and Vijayan from Tiju's Tiruvalla signing out. Thank you all.